അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. വസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദിക ലതഹീലതി അദ്രിക്നി യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സഹോദരങ്ങളെ, അല്ലാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. വളരെ പവിത്രമായ രാപ്പകലുകളാണ് നമുക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. പുണ്യമായ രാപ്പകലുകൾ നമ്മളിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഒരുപാട് പ്രതിഫലങ്ങളും പുണ്യങ്ങളും മഹത്വങ്ങളൊക്കെ നേടിയെടുക്കാൻ ഒരിക്കലും നാം മറന്നു പോകാൻ പാടില്ല. അത്രയും പവിത്രമായ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത്. അള്ളാഹുവിൻ്റെ ഖുർആൻ വലയാലിൻ അശ്ർ, 10 രാത്രികൾ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞ ആ രാവുകളാണ് നമുക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. അതുകൊണ്ട് ഓരോ രാത്രിയിലും സൂറത്തുൽ ഫജ്ർ ഓതിയാൽ ഒരുപാട് മഹത്വങ്ങളുണ്ട് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഒരുപാട് കിതാബുകളിലുള്ള ഉദ്ധരണിയാണ്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മാമിൻ അയ്യാമിൻ അഹബ്ബു ഫീഹിന്നൽ അമലു മിൻ അയ്യാമിൽ അശ്ർ. ഈ ഹദീസും ഈ രാവുകളിൽ ഈ ദിവസങ്ങളിൽ നന്മകൾ ചെയ്യണമെന്നതിലേക്കുള്ള പ്രചോദനമാണ്. കാരണം ഈ ദിവസങ്ങളിലാണ് അറഫ ദിവസം വരുന്നത്. ദുൽഹിജ്ജ 9 അറഫ ദിവസമാണ്. അത് നോമ്പെടുത്താൽ 2 വർഷത്തെ പാപങ്ങളാണ് അള്ളാഹു പൊറുക്കുന്നത്. കഴിഞ്ഞൊരു വർഷവും വരാനിരിക്കുന്നൊരു വർഷവും. യുക്കഫിറു സനത്തൽ മാലിയ വൽ ബാഖിയ. കഴിഞ്ഞ ഒരു കൊല്ലത്തെയും വരാനിരിക്കുന്നൊരു കൊല്ലത്തെയും. എന്താണ് വരാനിരിക്കുന്ന കൊല്ലത്തെ പാപങ്ങൾ എന്ന് പറഞ്ഞാൽ? അതിൻ്റെ അർത്ഥം ഒരു കൊല്ലം കൂടെ മനുഷ്യന് ആയുസ് നീട്ടിക്കിട്ടുന്നതാണ് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത്രയും പുണ്യങ്ങളൊക്കെ നിറഞ്ഞ, അതുപോലെ ദുൽഹിജ്ജ 8 എന്നുള്ള നോമ്പ്, അത് യൗമുത് തർവിയ എന്ന് പറയും. ആ നോമ്പും വളരെ പുണ്യമുള്ളതാണ്. അതുകൊണ്ട് അറഫ, ഹാജിമാർ അറഫയിൽ നിൽക്കുമ്പോൾ നമുക്ക് നോമ്പെടുത്തുകൊണ്ട് ആ അറഫയുടെ പുണ്യം നേടാം. അറഫ ഹജ്ജിൻ്റെ ഭാഗമാണ്. ഹജ്ജുണ്ടായതുകൊണ്ടാണ് അറഫ ഉണ്ടാകുന്നത്. ഹജ്ജാവട്ടെ, ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം 4000 വർഷം മുമ്പ് അബുൽ ഖുബൈസ് പർവ്വതത്തിൻ്റെ മുകളിൽ കയറിക്കൊണ്ട് വിളിച്ചിട്ടുണ്ട്, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്ന റബ്ബക്കും ബന ബൈത്തൻ, നിങ്ങളുടെ റബ്ബ് ഒരു വീട് നിർമ്മിച്ചിട്ടുണ്ട്. വ ഔജബ അലൈക്കുമുൽ ഹജ്ജ ഇലൈഹി, അതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ ചെന്ന് ഹജ്ജ് നിർവഹിക്കൽ നിങ്ങളുടെ മേൽ നിർബന്ധമാണ്. ഫ അജീബു റബ്ബക്കും, നിങ്ങളുടെ റബ്ബിന് നിങ്ങൾ ഉത്തരം ചെയ്യുക എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം 4000 വർഷം മുമ്പ് വിളിച്ചിട്ടുണ്ട്. ഇത് വിളിച്ചത് എപ്പോഴാണ്? ആ വിളിക്കാനുള്ള ഒരു സാഹചര്യം കഅബാലയത്തിൻ്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ സമാപിച്ചപ്പോൾ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, വാദിൻ ഫിന്നാസി ബിൽ ഹജ്ജ് യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരി യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ് എന്ന് നിങ്ങൾ വിളിച്ചോളൂ. അപ്പോൾ ആ വിളിക്ക് ഉത്തരം അവർ നിർവഹിക്കും. ഇബ്രാഹിം നബി അലൈഹി സ്വലാം തൻ്റെ മുഖം വലത്തോട്ടും ഇടത്തോട്ടും 4 ഭാഗത്തേക്ക് തിരിച്ചു എന്ന് പറയുന്നുണ്ട്. കിഴക്ക് പടിഞ്ഞാറൊക്കെ തിരിച്ചു. മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്, ഫസ്സമിഅ കുല്ല മൻ ഉഫിക മിൻ അസ്ലാബി റിജാലി വ അർഹമിൽ ഉമ്മഹാതി ഫയഅതൂന ഇലൈഹി റിജാലൻ വ റുക്ബാനൻ മിൻ കുല്ലി ഫജ്ജിൻ അമീഖ് മുദ്ഇനീന വ മുലബ്ബീന ബിലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക്.
ഈ ഒരു വിളിയാളം ഉമ്മായുടെ ഗർഭപാത്രത്തിൽ നിന്നും ഉപ്പയുടെ മുതുകളിൽ നിന്നും കേട്ടവർ തൽബിയത്തും ചൊല്ലിക്കൊണ്ട് മക്കയിലേക്ക് കടന്നു വരും. അവർ ചൊല്ലുന്നതാണ് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക. ഈ ഒരു പുണ്യമായ കർമ്മത്തിന് അവർക്ക് പങ്കെടുക്കാൻ ഭാഗ്യം ലഭിക്കും. അള്ളാഹു നമ്മളെയൊക്കെ അതിൽ പെടുത്തട്ടെ. ആമീൻ. കാരണം അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. സ്വീകാര്യയോഗ്യമായ ഹജ്ജിനിക്ക് സ്വർഗമല്ലാതെ പ്രതിഫലമില്ല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അൽ ഉംറത്തു ഇലൽ ഉംറതി കഫാറത്തു ലിമാ ബൈനഹുമ. ഒരു ഉംറയുടെയും മറ്റൊരു ഉംറയുടെയും ഇടയിലുള്ള പാപങ്ങൾ അള്ളാഹു പൊറുക്കും. മാത്രമല്ല, ഹജ്ജ് നിർവഹിച്ച ആൾ തൻ്റെ നാട്ടിലേക്ക് തിരിക്കുമ്പോൾ ഉമ്മ പെറ്റ മോനെ പോലെയാണ്, ഒരു ദോഷവുമില്ലാതെ. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, മൻ ഹജ്ജ ആദൽ ബൈത്ത, ഈ വീടൊരാൾ ഹജ്ജ് ചെയ്താൽ ഫലം യർഫുസ് വലം യഫ്സിഖ്, കുറ്റങ്ങളും വേണ്ടാത്തരൊന്നും ചെയ്യാതെ നിർവഹിച്ചാൽ റജഅ കയൗമ വലദത്ഹു, ഉമ്മ അവനെ പ്രസവിച്ചതുപോലെയായിരിക്കും അവൻ നാട്ടിലേക്ക് തൻ്റെ കുടുംബത്തിലേക്ക് മടങ്ങി വരിക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ. ആ ഒരു തൗഫീഖിനു വേണ്ടി നമുക്ക് ദുആ ചെയ്യാം. ഈ വീഡിയോ കേൾക്കുന്ന നിങ്ങളൊക്കെ നമുക്കൊക്കെ വേണ്ടി ആ പുണ്യഭൂമിയിലെത്തി ഹജ്ജും ഉംറയും നിർവഹിക്കാനുള്ള തൗഫീഖിനു വേണ്ടി പ്രത്യേകമായിട്ട് ദുആ ചെയ്യണമെന്ന് വിനയത്തോടെ എല്ലാവരെയും അറിയിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ഓരോ ദിവസങ്ങളിലെ വീഡിയോകൾ നിങ്ങൾ കേൾക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. ഇൻഷാ അല്ലാഹ് ഹജ്ജുമായി അറഫയുമായി ഉളുഹിയത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് ഓരോ ദിവസങ്ങളിലും ഇൻഷാ അല്ലാഹ് നമുക്ക് അപ്ലോഡ് ചെയ്യണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.